കുക്കർ വെച്ച് എണ്ണ വീറ്റി സവാള വഴറ്റി ഇന്നൊരു നൈറ്റ് ഒരു ചിക്കൻ കറി, ഒരു നാടൻ ചിക്കൻ കറിയാണ് വെക്കുന്നത്. കൂടെ നെയ്ച്ചോറും. സവാള കുക്കറിൽ എണ്ണ വീറ്റി വഴറ്റി ഉപ്പിട്ടു. പിന്നെ ഈ ചെറിയ ഉള്ളി ചതച്ച് അതും കൂടെ ഇതിലോട്ട് ചേർത്ത്, പിന്നെ നോർമലി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും കൂടെ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചില്ല, ജസ്റ്റ് ഒന്ന് തല്ലി എടുക്കും പോലെ ആക്കി ഇതിലോട്ട് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി പെട്ടെന്ന് നമുക്ക് കുക്കറിൽ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. നൈറ്റല്ലേ. സവാള ഇട്ടു. പിന്നെ ഗരം മസാല വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കുരുമുളക് തല്ലി വെച്ചിട്ടുള്ള അതും ചേർത്ത്, പിന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ പൊടി, പിന്നെ ചിക്കൻ പൊടിയും കൂടെ ചേർത്ത് പെരുംജീരകം ഇത്രയും കൂടെ ഇട്ട് കാഷ്വലായിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി. കൂടെ നെയ്ച്ചോറാണ്. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വെച്ചിട്ട്, നമ്മുടെ നാടൻ കോഴിയാണ് ഇത്, വെള്ള മുട്ടക്കോഴിയല്ല, നാടൻ കോഴി. ഇതിൽ കൂടെ ഇട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി, പിന്നീട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി, കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് നമ്മൾ വേവിക്കുക കുക്കർ. അപ്പം ആ ഒരു കാര്യം അങ്ങ് സെറ്റാക്കി അങ്ങ് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചോറിൻ്റെ കാര്യം നമുക്ക് നോക്കണ്ടേ. അരി ഞാൻ ഇവിടെ ഒരു ബൗള്, അതായത് 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, ഒരു ബൗള്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പാൻ വെച്ച്, ഞാൻ ഇവിടെ സൺഫ്ലവറാണ് ഉപയോഗിച്ച് എണ്ണ വീഴ്ത്തി ഇത്രയും കൂടെ ഇട്ട് മൂപ്പിച്ച്, പിന്നെ സവാള, പട്ട, ഏലക്ക, ഗ്രാമ്പു അതെല്ലാം കൂടെ ഇട്ടു. സവാളയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി, കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പെട്ടെന്ന് ഇത് പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് വയ്ക്കാമെന്ന്, അങ്ങനെയുള്ള രീതിയിലാണ് പെട്ടെന്ന് വയ്ക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് കുരുമുളക്, ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയുമോ, അരിക്ക് ഇരട്ടി വെള്ളം, 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വയ്ക്കണം. ആ രീതിക്കാണ് ഞാൻ വെള്ളം വയ്ക്കുന്നത്.